എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിങ്ങമാസത്തിൻ്റെ ആരംഭം മുതൽ 2025-26 വർഷങ്ങളിലെ ഫലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മേടം ഇടവം രാശിക്കാരുടെ ഫലങ്ങൾ മുൻപത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. മിഥുനം രാശിക്കാർക്ക് ഈ വർഷവും അടുത്ത വർഷവും, അതായത് ചിങ്ങം മുതൽ ഒരു വർഷക്കാലം എങ്ങനെയായിരിക്കുമെന്ന ഫലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മകയിരത്തിൻ്റെ അവസാന 2 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ എന്നിവയാണ് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. മിഥുനം രാശി പൊതുവെ മിഥുനക്കൂറിൽപ്പെടുന്ന ആൾക്കാരല്ല. എല്ലാ കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പവും ചിന്താക്കുഴപ്പവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇരുമനസ്സും കാണിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുവാൻ നന്നേ കഷ്ടപ്പെടുന്ന, അതായത് ഇമോഷൻസിനെ, അവരുടെ വൈകാരികതയെ ബാലൻസ് ചെയ്യാൻ വളരെയധികം പ്രയാസപ്പെടുന്ന കൂറുകാരായിരിക്കും ഇവർ. ഒന്നുകിൽ വളരെയധികം ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ വളരെയധികം ഫ്രസ്ട്രേഷൻസും വിഷമങ്ങളും അകാരണമായി ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവർക്ക് പൊതുവെ കണ്ടുവരാറുണ്ട്. നിലവിലിപ്പോൾ ജന്മത്തിൽ വ്യാഴവും അതുപോലെ 10ാം ഭാവത്തിൽ കണ്ടകശനിയുമാണ് മിഥുനക്കൂറുകാരുടെ അവസ്ഥ. കർമ്മഭാവത്തിൽ കുറേശ്ശെ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും പൊതുവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം ഇത്. ദാമ്പത്യപരമായ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ വിള്ളലുകൾ, പ്രണയബന്ധത്തിൽ ഭംഗം വരിക, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമായി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം നമുക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവുക, കൂടാതെ വരവിൽ കവിഞ്ഞ ചെലവ്, ധനപരമായ വലിയ നഷ്ടങ്ങൾ എന്നിവ ഫേസ് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾക്ക് 2025 ഒക്ടോബർ 18 മുതൽ 2ാം ഭാവത്തിലേക്ക് പോകുന്ന വ്യാഴം ധനപരമായ നേട്ടം ഉണ്ടാക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് തൊഴിൽപരമായ മുന്നേറ്റമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലും കുറേശ്ശെ പ്രശ്നങ്ങൾ മാറുകയും സമാധാനമുണ്ടാവുകയും ചെയ്യും. പ്രണയസാഫല്യം ഉണ്ടാകുവാനും വിവാഹയോഗം വന്നു ചേരുവാനും ഉള്ള സമയമായിരിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായൊരു പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. ഏകദേശം ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലെ അതിചാരം സംഭവിച്ച ഈ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാൽ അതിനുശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗുഹ്യ സംബന്ധമായ രോഗങ്ങൾ, ഗുഹ്യഭാഗത്ത് രോഗങ്ങളോ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഹൃദയം, രക്തസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ശമനമുണ്ടാവുകയും ആരോഗ്യ പരിപാലനത്തിനായി സാമ്പത്തികമായ ചിലവ് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. എന്നാലും ശരിയായ ചികിത്സ, ശരിയായ ആരോഗ്യം എന്നിവ നേടാൻ കഴിയുന്ന ഒരു സമയമാണ്. മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് നിങ്ങൾക്ക് അയവുണ്ടാവും. മറ്റുള്ളവരോട് ശത്രുത തോന്നുന്ന ഒരു മനോഭാവം മാറ്റുവാനും കൂടെയുള്ളവരെ കൂടുതൽ മനസ്സിലാക്കുവാനും അടുത്തറിയുവാനും ഈ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മിഥുനത്തിൻ്റെ രാശ്യാധിപനായ ബുധൻ 2-3 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് വീട്, വസ്തു, വാഹനം എന്നിവ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടമുണ്ടാവുന്നതാണ്. നാൽക്കാലികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവ പരിപാലിക്കുന്നവർക്ക് അല്ലെങ്കിൽ പെറ്റ് സ്റ്റോറുകൾ ഇട്ടിരിക്കുന്നവർക്ക് ഈ വർഷം അവസാനത്തോടുകൂടി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. എന്നാൽ ഈ വളർത്തുമൃഗങ്ങൾക്ക് പുറമെ ഇതിനൊരു ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ 2026 തന്നെ ഉണ്ടാകുന്നതാണ്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നമുണ്ടാകുവാനും നിർഭാഗ്യമുണ്ടാകുവാനും സാധ്യത കാണുന്നു. വ്യാഴം അനുകൂലമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുന്നതാണ്. എന്നാൽ പരിഹാരമായി വ്യാഴാഴ്ച ഭാഗ്യസൂക്തം ജപിക്കുന്നതും അല്ലെങ്കിൽ അത് കേൾക്കുന്നതും, നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളിലോ ഭാഗ്യസൂക്തം ഉൾപ്പെടുത്തി അത് കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. കൂടാതെ ഇഷ്ടദേവന് അല്ലെങ്കിൽ കുടുംബ പരദേവതയ്ക്ക് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഫലസിദ്ധി നൽകുന്ന ഒരു കാര്യമാണ്. 2026 അവസാനത്തോടുകൂടി പ്രിയപ്പെട്ടവർ പിരിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. കൂടാതെ സഹജ, സഹായ, സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും നമുക്ക് അരിഷ്ടതകൾ ഉണ്ടായേക്കാം. ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ധനം ചെലവിടുന്നതായിരിക്കും. ഈ സമയം കടം വാങ്ങുവാൻ ശ്രമിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടെ ദീർഘകാലത്തേക്ക് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് കാൽവയ്പ് നടത്തുക. വീട് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, തൊഴിലിടങ്ങൾ എന്നിവ മോടി പിടിപ്പിക്കുവാനോ കിടപ്പുമുറി മോടി പിടിപ്പിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഇഷ്ടങ്ങൾ
ഒരു വാഹനം വാങ്ങുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവിതത്തിൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതിന് പെട്ടെന്നുള്ള ഒരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മത്തിൽ ഏർപ്പെടുക. കുടുംബത്തിൽ നിന്നും സാമ്പത്തികമായ ഒരു നേട്ടം അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒരു അനുഗുണമായ അനുഭവ ഫലങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം ഈ വർഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും. കൂടാതെ തൊഴിൽ കിട്ടുകയോ, തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുകയോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ കൂടുതൽ അവസരങ്ങളോ ഉണ്ടാകുവാൻ അനുകൂലമായ ഒരു സമയമാണ്. 10ാം ഭാവത്തിലെ ശനി കർമ്മമേഖലയിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും നമുക്ക് ദീർഘകാലത്തേക്ക് സ്ഥായിയായ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതും ശനി തന്നെയാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റവും മറ്റു ഗ്രഹങ്ങളുടെ അനുകൂലമായ ഒരു സ്ഥിതിയും വന്നിരിക്കുന്നതിനാൽ തൊഴിൽപരമായ നേട്ടങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2026 ജനുവരി മുതൽ ശാരീരികമായ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ കർമ്മരംഗത്ത് നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. കൃത്യമായ ഭക്ഷണം, വ്യായാമം എന്നിവ ഇപ്പോഴേ ശീലിക്കുക. ആശങ്കകൾ കൂട്ടുവാനും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. പൊതുവെ മിഥുനം കൂറുകാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു വൈകാരികത ഉണ്ടാകുന്ന ആൾക്കാരാണ്. കാരണം അത് മാനസികമായ ഒരു ബലക്കുറവും വൈകാരികതയെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്ഷമതക്കുറവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ കുറ്റമല്ല, രാശിയുടെയൊക്കെ സ്വാധീന ഫലം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിക്കേണ്ടത് പരമാവധി മനസ്സിനെ ശാന്തപ്പെടുത്തി വയ്ക്കുവാനും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും, അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഫോക്കസിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക. നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പരമാവധി മനസ്സിനെ കൊണ്ട് ചെന്നിടാതിരിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളിൽ മനസ്സിനെ കൊണ്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ഈ സമയം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം കേൾക്കുക, അർച്ചന നടത്തുക, ഹോമം നടത്തുക. അതൊക്കെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബലത്തിനെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ബലക്കുറവും സ്ഥിരതയില്ലായ്മയും ജീവിത പ്രതിസന്ധികളിൽ കൂടുതൽ ആഘാതം നിങ്ങൾക്ക് സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. മനസ്സിനെ ശുഭപ്രതീക്ഷയോടെ സ്വസ്ഥമാക്കി വയ്ക്കുക. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ദോഷ പരിഹാരാർത്ഥം ഗ്രഹേശ്വരനായ ബുധനെ പ്രീതിപ്പെടുത്തുക. നിങ്ങളുടെ രാശ്യാധിപനാണ് ബുധൻ. ഓം ബുധായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ബുധൻ്റെ ശാന്തി മന്ത്രം, നവഗ്രഹ മന്ത്രം എന്നിവ കേൾക്കുന്നതും അർച്ചന നടത്തുന്നതും വളരെ വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. ബുധനാഴ്ച വ്രതം എടുക്കുക. ബുധനാഴ്ചകളിൽ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപവാസം എടുത്തുകൊണ്ട് ബുധനാഴ്ച വ്രതം എടുക്കുവാൻ ശ്രമിക്കുക. ബുധനാഴ്ച ദിനങ്ങളിൽ പച്ചവസ്ത്രം ധരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ബുധപ്രീതി വരുത്തുവാൻ കൂടുതൽ സഹായകമാകുന്ന കാര്യങ്ങളായിരിക്കും. ബുധൻ്റെ പ്രീതി കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായും മാനസികമായുമുള്ള ഒരു ബലം സിദ്ധിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവനെ നന്നായി പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയ്ക്ക് പ്രാർത്ഥനകളും പൂജകളും നടത്തുക. ഇതും നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിനും വളരെയധികം നന്മകൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. മുൻപോട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഉള്ള വീഡിയോസൊക്കെ വരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എന്നിവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അംബാകടാക്ഷം ഭവതു.